നമസ്കാരം ആഘോഷിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്ന ചെറിയൊരു VFX ആണ്. അതായത് മഴ ഇപ്പോൾ നമ്മൾ ഈ കാണിച്ച വീഡിയോയിലുള്ള മഴ എങ്ങനെ എഫക്റ്റായിട്ട് ചെയ്യാന്നുള്ളതാണ്. കുട്ടി കുടയായിട്ട് ഇങ്ങനെ വെറുതെ നിൽക്കുന്നുള്ളൂ. കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് ചെയ്യണമായിരുന്നെങ്കിൽ ആ കുടയിലേക്ക് എന്തെങ്കിലും വെള്ളം തൂവുക അല്ലെങ്കിൽ പൈപ്പ് വെച്ച് അടിക്കുകയൊക്കെ ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് ചെയ്യായിരുന്നു. പക്ഷേ അതെനിക്ക് ചെയ്യാൻ പറ്റാത്ത കാരണം ഒന്ന് ടെറസിൻ്റെ മുകളിലാണ്, പൈപ്പും വെള്ളം അവൈലബിൾ അല്ല. നല്ല അത്യാവശ്യം തിരക്കുള്ളത് മഴ ഉള്ള കാരണം ക്യാമറ നനഞ്ഞാലോ ഉള്ളൊരു പേടിയുണ്ട്, കാര്യം ഫോൺ നനഞ്ഞാലോ ഉള്ളൊരു പേടിയുണ്ട്. ഞാൻ ചെറിയൊരു തട്ടിക്കൂട്ടായിട്ട് ചെയ്തതാണ്, സോറി. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ എന്താ ചെയ്യുക, നിർബന്ധമായിട്ടും കുടേൻ്റെ മുകളിലേക്ക് ഒരു പൈപ്പ് വെച്ചിട്ട് ഇങ്ങനെ സ്പ്രേ ചെയ്യിപ്പിക്കുക. അപ്പോൾ കുറച്ചും കൂടെ റിയാലിറ്റി കിട്ടും. പിന്നെ എന്ത് ചെയ്യുക, അതുപോലെ ഇപ്പോൾ ഉള്ള ഈ റിസോഴ്സുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ കയറി ഡൗൺലോഡ് ചെയ്യുക. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മളിതുവരെ ചെയ്ത ഡാവിഞ്ചി റിസോൾട്ടിൻ്റെ വീഡിയോസ് ഒന്നും കാണാത്തുണ്ടെങ്കിൽ അതുപോലെ മഴയുടെ എഫക്റ്റ് ഡൗൺലോഡ് ചെയ്യാൻ ആവശ്യമുള്ളവർ എന്ത് ചെയ്യുക, നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന വെബ്സൈറ്റിൽ ലിങ്ക് കയറി കഴിഞ്ഞാൽ ഈ ഒരു പേജിലേക്ക് എത്തും. ഇതിൽ എഡിറ്റിംഗ് ഡെസ്ക് ക്ലിക്ക് ചെയ്യുക. അതിൽ ഡാവിഞ്ചി റിസോൾവ്, അതിൽ നമ്മൾ ചെയ്ത വീഡിയോസൊക്കെ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഓരോ പാർട്ട് ബൈ പാർട്ടായിട്ട് ഓരോന്നിനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ മുന്നോട്ട് ചെയ്യുന്നത് ഇവിടെ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അപ്പം വീഡിയോയിലേക്ക് തിരിച്ചു പോകാം. അപ്പം ഞാൻ ന്യൂ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ്. റെയിൻ എന്ന് പറഞ്ഞൊരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. അപ്പം ഞാൻ റെയിൻ്റെ ക്ലിപ്പ് നേരെ ടൈം ലൈനിലേക്ക് ആഡ് ചെയ്തു, ചേഞ്ച് കൊടുത്തു. കാരണം ഇവർ മിക്കവാറും ഇവിടെ നമുക്ക് ഔട്ട്ലെറ്റ് നോക്കിയാൽ കാണാൻ പറ്റും, ഇവിടെ 30 ഫ്രെയിം പെർ സെക്കൻഡ് ഒക്കെ ആയിരിക്കും അവർ തരിക. അപ്പോൾ നമ്മൾ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഫുട്ടേജ് എത്രത്തോളം ക്ലാരിറ്റി ഉള്ളതാണോ ആ ഒരു ക്വാളിറ്റിയിലേക്ക് മാറും. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ചേഞ്ച് ചെയ്തില്ലെങ്കിൽ എന്താ വെച്ചാൽ അവർ 30 അല്ലെ 24 ഫ്രെയിമിലൊക്കെ ആയിരിക്കും സംഭവം ഔട്ട് തരിക. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ ക്വാളിറ്റി അത്രയും കുറയും. അതിൽ ആദ്യത്തെ ക്ലിപ്പ് കുട്ടി മഴ ഇങ്ങനെ കുടയായിട്ട് നിൽക്കുന്ന കുറച്ച് സമയം അത്രയും മതി അല്ലേ. ഇവിടെ ഒരു കട്ടിടാണ്. ഓക്കെ, വൈഡ് ആയിട്ടുള്ള ഷോട്ട് എടുത്തു. ഇനി ഒരു ക്ലോസ് ആയിട്ട് കുറച്ച് എടുത്തിട്ടുണ്ട്, അവിടെ തന്നെ കട്ട് ചെയ്യണേ. ക്യൂ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഷോർട്ട് കട്ടിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വീഡിയോസ് കാണാതിട്ടുണ്ടെങ്കിൽ കാണാം. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കട്ട് ചെയ്ത് ഇതുപോലെ ഒഴിവാക്കാൻ പറ്റും. ഒരു ക്ലിപ്പ് ഇവിടെ വരെ മതി. അപ്പോൾ ഞാൻ അവിടെ ഒരു കട്ട് ഇട്ടു. ഓക്കെ, പിന്നെ ഒരു എക്സ്ട്രീം വൈഡ്, ഇതിന് ബാക്കോട്ടേക്ക് പോകാനില്ല ടെറസിൽ, അതാണ് കേട്ടോ വലിയ കുറച്ചുകൂടെ ബാക്കോട്ടേക്ക് വരുന്നത്. അവിടെ ഞാൻ ഒഴിവാക്കി. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഷോട്ട് വരുന്നത്. നമുക്കിതിൽ കുറച്ചുകൂടെ ചിലപ്പോൾ ട്രിം ചെയ്യേണ്ടി വരും കേട്ടോ. 3 ക്ലിപ്പായി, 1, 2, ഒരു വൈഡ്, ഒരു ക്ലോസപ്പ്, ഒന്ന് കുറച്ചുകൂടെ വൈഡായിട്ട് അല്ലേ. ഒരു എക്സ്ട്രീം വൈഡ് ആയിരുന്നു ഞാൻ വിചാരിച്ചു. പക്ഷേ മോൾ അത്ര സൈഡിലോട്ട് നിർത്താൻ എനിക്ക് ധൈര്യമില്ലായിരുന്നു. മഴ കാരണം എങ്ങാനും സ്ലിപ്പായാലുള്ള പേടിയോണ്ട് ഞാൻ മാക്സിമം എനിക്കും ബാക്കോട്ട് ഇത്ര മാക്സിമം പോകാൻ പറ്റുന്നുള്ളായിരുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഞാൻ ക്ലിപ്പ് സെറ്റ് ചെയ്തു കേട്ടോ. ഇനി ഞാനിത് സെപ്പറേറ്റ് 3 തരത്തിലുള്ള ഫ്യൂഷൻ കൊടുക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത ശേഷം ഫ്യൂഷനിലേക്ക് പോകാം അല്ലേ. ആദ്യത്തെ റെയിനെ, അതായത് കുറച്ച് വൈഡാണ്. അപ്പോൾ ഞാൻ ഇതിലേക്കൊരു ഈ ഒരു റെയിനാണ് ആഡ് ചെയ്തത്. ഞാൻ നേരത്തെ ചെയ്ത് നോക്കിയതുകൊണ്ടാണ് കേട്ടോ പെട്ടെന്ന് എനിക്ക് പറയാൻ പറ്റുന്നത്. ഓക്കെ, ഞാൻ ഇതിനെ ഈ ഒരു നോഡില്ല, ഈ സ്ക്വയറിൽ നിന്ന് എടുത്തിട്ട് ഈ സ്ക്വയറിലേക്ക് കണക്ട് ചെയ്തു. അപ്പോൾ ഇവിടെ എനിക്കൊരു മെർജ് കിട്ടി. ഈ മെർജിലൊന്ന് ക്ലിക്ക് ചെയ്ത് നേരെ വന്ന് ഇൻസ്പെക്ടറിൽ വരിക. അതിൽ അപ്ലൈ മോഡ് നോർമൽ മാറ്റിയിട്ട് സ്ക്രീൻ ആക്കുക. അപ്പോൾ കണ്ടോ, നല്ലൊരു ശക്തിയായ ഒരു പേമാരി നമുക്ക് ഇവിടെ കിട്ടും. അപ്പോൾ ഇത്രയും ശക്തിയിൽ മഴ പെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കുടയിൽ എന്തെങ്കിലും മഴേനെ പൈപ്പ് വഴിയോ എന്തെങ്കിലും ആയിട്ട് ചീറ്റി കൊടുക്കണം. സിനിമയിലൊക്കെ ഉണ്ടാകുന്ന പോലെ ആർട്ടിഫിഷ്യലായിട്ട് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ ഈ കുടയിൽ ഇത്ര മഴ ഉണ്ടാവില്ല, പുറത്ത് ഇത്രയും മഴ ഉണ്ടാകുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും എഫക്റ്റ് ചെയ്താണ്. അപ്പോൾ കുറച്ചുകൂടെ ഒരു മാറ്റം വരുത്താണ്ട് നമ്മൾ ഈ സ്ക്രീന് മാറ്റിയിട്ട് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ലൈറ്റൺ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ലൈറ്റൺ ഒന്നായി കഴിഞ്ഞാൽ മഴയുടെ ശക്തി കുറച്ചുകൂടെ കുറയും. നോക്കിക്കോ, കണ്ടോ. നമുക്കിനി വേണമെങ്കിൽ ഒന്നുകൂടെ വലുതാക്കി പ്ലേ ചെയ്യണമെങ്കിൽ ടൈം ലൈനിൽ വന്നിട്ട് കമാൻഡ് F, വിൻഡോസിൽ കൺട്രോൾ F ആയിരിക്കും മിക്കവാറും ഷോർട്ട് കട്ട്. ഒന്ന് പ്ലേ ചെയ്ത് നോക്കിയാൽ കണ്ടോ, ഇപ്പോൾ വലിയ തരക്കേടില്ലാതെ ഒരു ചാറൽ മഴ എന്നൊക്കെ പറയില്ലേ, ഞാറൽ മഴ, ചാറ്റൽ മഴ എന്നൊക്കെ പറയുന്നത് ആ ഒരു സംഭവം കിട്ടിയില്ലേ ചെറിയ രീതിയിൽ. ഓക്കെ, ഇപ്പം നമുക്ക് ഈ നിലത്ത് വീഴുന്ന തുള്ളികൾ ആവശ്യമില്ല. കാര്യം എന്താ വെച്ചാൽ ഓൾറെഡി ഇവിടെ മഴയത്ത് തുള്ളികളുണ്ട്. ഇല്ലെങ്കിൽ സ്പ്ലാഷ് എന്ന് പറഞ്ഞൊരു എഫക്റ്റ് ഏതെങ്കിലും ഡൗൺലോഡ് ചെയ്യുക. സ്പ്ലാഷ് എന്ന് പറഞ്ഞാൽ നിലത്ത് വീണിങ്ങനെ തുള്ളികളാവുന്ന അതും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല ഭംഗിയാവും. ഓക്കെ, ഇനി രണ്ടാമത്തെ എഫക്റ്റ് എന്താ, കുറച്ചും കൂടെ ക്ലോസ് ആണ് അല്ലേ. അപ്പോൾ ഞാൻ ക്ലോസ് ആയിട്ട് വരുന്ന ഇതിന് കുറച്ചും കൂടെ ഒരു മഴ കാണുന്ന രീതിയിലുള്ള ഒരു എഫക്റ്റ് കൊടുക്കുക. അപ്പോൾ ഞാൻ വീണ്ടും ഫ്യൂഷനിലേക്ക് വരികയാണ്. അപ്പോൾ അതിന് നേരത്തെ കാണിച്ച സെറ്റിങ്സ് ഒന്നും ഉണ്ടാവില്ല, നമ്മളവിടെ കട്ട് ഇട്ടുകൊണ്ടാണ് കേട്ടോ, അവിടെ കട്ട് ചെയ്ത് വെച്ചുകൊണ്ടാണ്. ഓക്കെ, ഞാൻ ഈ ഒരു മഴേനെ ആഡ് ചെയ്ത് നോക്കട്ടെ. ഈ മഴ കുറച്ചും കൂടെ ഒരു എഫക്റ്റീവാണ്. രണ്ടാമത്തെ ഓപ്ഷൻ പറയാനും കൂടെയാണ് ഈ ഒരു പച്ച സ്ക്രീനുള്ള ഗ്രീൻ സ്ക്രീനുള്ള ഞാൻ എടുത്തു കേട്ടോ. വീണ്ടും നമ്മളിതിൽ കണക്ട് ചെയ്യുന്നു. അപ്പോൾ ഗ്രീൻ സ്ക്രീന് മുകളിലായിട്ട് വരണം നിർബന്ധമായിട്ടും. F2 അടിച്ചിട്ട് റെയിൻ എന്നുള്ളൊരു റീനെയിം ചെയ്ത് വെക്കുക. റെയിൻ അടിച്ച് വെച്ചില്ല കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്, ഒരുപാട് നോഡുകളൊക്കെ വരികയാണെങ്കിൽ. ഓക്കെ, ഈ റെയിന് മുകളിൽ പച്ചയിലും അതുപോലെ ബാക്ക്ഗ്രൗണ്ട് ഈ മഞ്ഞയിലും വരണം. കാര്യം ഈ മഞ്ഞ നോട് ബാക്ക്ഗ്രൗണ്ടും പച്ച നോട് ഫോർഗ്രൗണ്ടും ആണ് കേട്ടോ, അത് ശ്രദ്ധിക്കണേ. ഓക്കെ അല്ലേ, കണക്ട് ചെയ്തു. ഇനി നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഈ ഗ്രീൻ സ്ക്രീൻ റിമൂവലിന് ആഡ് ചെയ്യണം അല്ലേ. അപ്പോൾ ഞാനിവിടെ ഒരു അൾട്ര എന്ന് പറഞ്ഞൊരു ഗിയർ ആഡ് ചെയ്യാണ്. നിങ്ങൾക്ക് അൾട്രാ ഗിയർ ഉണ്ട്, 3D ഗിയർ ഉണ്ട്, ഡെൽറ്റ ഗിയർ ഉണ്ട്, ക്രോമ ഗിയർ ഉണ്ട്, അങ്ങനെ ഒരുപാട് ഗിയറുകളുണ്ട്. ഇഷ്ടമുള്ള ആഡ് ചെയ്യുക. അതിൻ്റെയൊക്കെ വീഡിയോസ് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്, നമ്മുടെ വെബ്സൈറ്റിൽ കയറിയാൽ കാണാൻ പറ്റും കേട്ടോ. ഗ്രീൻ സ്ക്രീൻ റിമൂവലൊക്കെ എല്ലാ ടൈപ്പ് ഗ്രീൻ സ്ക്രീനിൻ്റെയും വീഡിയോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ അൾട്രാ ഗിയറിൻ്റെ ഇൻസ്പെക്ടറിൽ വന്നിട്ട് ഗ്രീനിനെ കുറച്ച് മുന്നോട്ടേക്ക് വലിക്കുകയാണ്, മാക്സിമം മുന്നോട്ടേക്ക് വലിക്കുകയാണ്.
ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും മഴ കുറച്ചും കൂടെ വലുതായിട്ട് പെയ്യുന്നത് അല്ലേ. ഇനി വേണമെങ്കിൽ മറ്റേ റെയിനിനെയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഏതായിരുന്നു നമ്മളെ റെയിൻ? ഇതല്ലായിരുന്നു റെയിൻ ഡ്രോപ്പ്. ഇനി എന്ത് ചെയ്യുക, ഇതിൻ്റെ ആ സ്ക്വയറിൽ നിന്ന് വലിച്ചിട്ട് ഈ മെർജിൻ്റെ ഇതിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുതിയൊരു മെർജും കൂടെ അപ്പിയർ ആവും. ആ മെർജിനെ നോർമല്ല സ്ക്രീൻ ആക്കുക, അല്ലെങ്കിൽ ലൈറ്റൺ ആക്കുക. ഓക്കെ, ഇപ്പോൾ 2 മഴയുണ്ട്, 2 വ്യത്യസ്ത തരം മഴയുണ്ട്. ഓക്കെ, നമുക്ക് വീണ്ടും ഇവിടെ വന്നു കഴിഞ്ഞാൽ പ്ലേ ചെയ്യുന്നത്. അപ്പോൾ കുറച്ചുകൂടി സൂമായി കാണുന്നതുകൊണ്ട് വലിയ മഴത്തുള്ളികളും ചെറിയ മഴയും കാണുന്നു ഇതിൽ കിടക്കുക. അത് മൂന്നാമത്തേൽ വന്നു കഴിഞ്ഞാൽ ഓൾറെഡി മഴ ഉണ്ട്, അപ്പോൾ നമുക്ക് അതിനൊന്നും കൂടെ ശക്തി കയറ്റി കൊടുക്കുക അല്ലേ. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഡ്രോപ്പിന് തന്നെ ആഡ് ചെയ്യാണ്. എന്നിട്ട് ജസ്റ്റ് ആഡ് ചെയ്യുന്നു. മെർജിൽ സ്ക്രീൻ എന്നുള്ളത് മാറ്റിയിട്ട് ലൈറ്റൺ ആക്കുക അല്ലേ. ഇപ്പോൾ നല്ല റിയാലിറ്റി ഉണ്ട് അല്ലേ, നല്ല ഒറിജിനാലിറ്റി ഉള്ള മഴയാണ്. ഇനി നമുക്ക് മഴയുടെ ഒരു സൗണ്ട് എഫക്റ്റ് കിട്ടണം അല്ലേ. ഞാൻ ഈ ആദ്യം ഡൗൺലോഡ് ചെയ്തതിൻ്റെ കൂടെ തന്നെ മഴയുടെ സൗണ്ട് എഫക്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനെ മേലേക്ക് ആഡ് ചെയ്തിട്ട് എനിക്ക് ഇതിനെ അൺലിങ്ക് ചെയ്യാം. ഇവിടെ ഈ ലിങ്ക് ഇല്ലേ, ഇതൊന്ന് അൺലിങ്ക് ചെയ്താൽ മതി. ഓക്കെ, എന്നിട്ട് ഒന്ന് പുറത്ത് ക്ലിക്ക് ചെയ്യുക. വീണ്ടും ഇതിൽ ക്ലിക്ക് ചെയ്ത് ഗ്രീൻ സ്ക്രീൻ അങ്ങ് ഡിലീറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളെ ഷോർട്ട് കട്ട് എസ് ആണല്ലേ, നമ്മൾ മാറ്റി വെച്ചാണ്. നിങ്ങൾക്ക് അറിയാമല്ലോ, ഷോർട്ട് കട്ട് നമ്മൾ മാറ്റുന്ന വീഡിയോസൊക്കെ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ട്, കാണുക കേട്ടോ. ഷോർട്ട് കട്ടൊക്കെ നമ്മൾ എളുപ്പമുള്ള ഭാഗത്തേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന്. അതുപോലെ നാച്ചുറലി നമ്മുടെ കയ്യിൽ സൗണ്ട് ഉണ്ട് ഈ മഴയുടെ. ഇനി ഇല്ലാത്തവരാണെങ്കിൽ ഇങ്ങനെ ആഡ് ചെയ്യുക. ദൂരെ സംസാരിക്കുന്ന വേണേൽ കുറച്ചിടാം. അടുത്ത് സംസാരിക്കുന്ന കുറച്ച് കയറ്റിയിടുക. ഓക്കെ അല്ലേ. ഇനി സെയിം എഫക്റ്റ് നമുക്ക് ടൈം ലൈനിൽ എങ്ങനെ ചെയ്യാൻ നോക്കാം അല്ലേ. ഞാൻ ഇതിനൊന്ന് കളർ ചെയ്താണ്. എന്നിട്ട് മാസ്റ്ററിൽ വന്നിട്ട് ആ ഒരു കോമ്പൗണ്ട് ക്ലിപ്പിനെ ഒന്ന് ആഡ് ചെയ്യാണ്. ഇവിടെ നമുക്ക് കട്ട് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. മൊത്തത്തിൽ ഒറ്റ എഫക്റ്റ് കൊടുക്കാനാണെങ്കിൽ നേരെ റെയിനിൽ വരിക. നമ്മുടെ റെയിനിനെ ആഡ് ചെയ്യുക. ഇവിടേക്ക് വേണ്ട ഭാഗം നോക്കിയിട്ട് കട്ട് ചെയ്യുക. ഓക്കെ അല്ലേ. ഇനി ഈ ഗ്രീൻ സ്ക്രീൻ ഒന്ന് ഒഴിവാക്കണം അല്ലേ. അതിന് നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഇവിടെ നമുക്കിപ്പോൾ ട്രാൻസ്ഫോമെന്നോ അല്ലെങ്കിൽ ഇവിടെ ഓഫോ ആയിരിക്കും. അത് മാറ്റിയിട്ട് FX എന്നുള്ള ഈ ഒരു ഐക്കൺ ആഡ് ചെയ്ത ശേഷം ഇവിടെ 3D കീർന്ന് സെർച്ച് ചെയ്യാം. 3D കീർ ഇവിടെ ഫിൽറ്ററിലായിരിക്കും കേട്ടോ ഉണ്ടാവുക. ഫിൽറ്ററിന് 3D കീർ എടുത്ത് ഇവിടേക്ക് ആഡ് ചെയ്യുക. അതിനെന്ത് ചെയ്യുക, 3D കീറിൽ ഈ ഒരു ഐക്കണിൽ സെലക്ട് ചെയ്തിട്ട് നമുക്ക് വേണ്ടാത്ത ഭാഗങ്ങൾ സെലക്ട് ചെയ്യുക. സെറ്റല്ല, ഈ പച്ചയിലൂടെ അങ്ങ് സെലക്ട് ചെയ്യുക. വെള്ളയിൽ കയറാതെ പച്ച മാത്രം സെലക്ട് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ പച്ച കളറിലൊരു റെയിൻ കിട്ടും. ഓക്കെ അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക, പച്ച കളറിൻ്റെ ഇവിടെ ഡെസ്പിൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും, അത് മുന്നോട്ടേക്ക് കയറ്റി കൊടുക്കുക. അപ്പോൾ ഒരു ബ്ലാക്ക് കളർ കിട്ടിയില്ലേ. ഇനി എന്ത് ചെയ്യുക, ഇവിടെ കീ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാവും, അതിൽ കയറിയിട്ട് ഇവിടെ ലൂമ ഹൈ കുറച്ച് മേലോട്ടേക്ക് പൊക്കുക. അതുപോലെ ക്രോമ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. അതുപോലെ ഹൈ സോഫ്റ്റ്നെസ് എന്നുണ്ടോ, ഹൈ സോഫ്റ്റ്നെസ് കുറച്ച് കയറ്റിയിടുക. അപ്പോൾ ഏകദേശം ഒരു മഴയുടെ ലുക്ക് കിട്ടും. മതിയില്ലേ? ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ, സിമ്പിളാണ്. നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഞാൻ ഈ ഫയലുകൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.